തോന്നിയത്? ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോഴാണ് കണ്ടത്. ഇനി എന്താണ് അങ്ങോട്ടുള്ള ആഗ്രഹം? സ്വന്തമായിട്ടൊരു ഓട്ടോ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരിൽ വാങ്ങുന്നത് സാധ്യത വളരെ വിരളമാണ്. നിവർത്തിയില്ല. കാരണം 2 കുട്ടികൾ പഠിക്കണം, പെൺകുട്ടികളാണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമുള്ളൂ. ചിറയൻകീഴ് വരെ പോയി കണ്ടിട്ടുണ്ട്. ചിറയൻകീഴ് ഖദീജ എന്ന് പറഞ്ഞൊരു തിയേറ്റർ അന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മാറ്റി അവിടെ പടം ഇടുമ്പോൾ അവിടെ പോവും. യൂട്യൂബിൽ രാത്രി ഒരു പടത്തിൻ്റെ കുറേ ഭാഗങ്ങളും കണ്ടിട്ട് എൻ്റെ ഒരു ദിവസം തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. പഴയകാല ചിത്രങ്ങളിലെ നടന്മാരോടും അതുപോലെ തന്നെ നടിമാരോടൊക്കെ ആരാധന തോന്നുന്നത് സാധാരണമാണ്. എന്നാൽ ഈ ഒരു ശ്രീവരാഹത്ത് ഒരു പ്രേം നസീറിൻ്റെ കടുത്ത ആരാധകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോയാണ് നിത്യവസന്തം എന്ന പേരിൽ ഇവിടെ ഓടുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു നോക്കാം. മധുചേട്ടനാണ് ഇന്ന് വിസ്മയ ന്യൂസിനോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കണം. ഇന്ന് പ്രേം നസീറിന്റെ ഓട്ടോ സ്വന്തമാക്കി എന്താണ് ആരാധന തോന്നാനുള്ള? ഇത് പ്രേം നസീർ സാറിൻ്റെ ഓട്ടോ അല്ല, ഇത് അനന്തകൃഷ്ണൻ സാർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോയാണ്. ഞാൻ കൂലിക്ക് പറഞ്ഞതാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു പരിപാടിയുണ്ട്, പ്രേം നസീർ സുഖസമിതി എന്നും പറഞ്ഞുകൊണ്ട്. അത് ആ സമുദായ ആ സംഘടനയുടെ ഒരു പരിപാടിയാണ് 4:30 മണിക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് കൂടണം, അതിന് വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ എനിക്ക് നസീർ സാറിനോട് ഭയങ്കര ആരാധനയാണ്, പണ്ടേ ഉള്ളതാണ്. കൊച്ചിലൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ പടം കണ്ടു തുടങ്ങിയതാണ്. അപ്പോൾ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പടം മാത്രമേ മിക്കവാറും കണ്ടിട്ടുള്ളൂ. അത് പാട്ടുകളെ കേട്ടിട്ടുള്ളൂ ഏകദേശം. ചെറുപ്പം മുതൽ. അതെ അങ്ങനെ തന്നെയാണ്. ഇത് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചിരുന്നിരുന്നാൽ ഞങ്ങളെ കൂട്ടുകാർ കുറേ ഉണ്ട്. അവർക്കും ഇദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമാണ്. കൈതമുക്ക് സ്റ്റാൻഡാണ് നമ്മൾ ഈ വണ്ടി ഓടുന്നത്. അവിടെ നമ്മളെ കൂട്ടുകാരുണ്ട്. അവർക്കും എല്ലാവർക്കും ഈ നസീർ സാറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനേക്കാളും നല്ല അദ്ദേഹത്തിനോട് വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹം മരിക്കും മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്. മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഈ പടമൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നി. സ്വന്തമായിട്ട് ആദ്യം ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓട്ടോ ഇപ്പോൾ ഇല്ല. കോവിഡ് സമയത്ത് ബാങ്ക് CC ആയിരുന്നു. അത് ബാങ്കിലൊന്നും അടയ്ക്കാൻ പറ്റാതെ അത് നമ്മളിപ്പോഴും ഒതുക്കി ഇട്ടൊക്കെയാണ്. അപ്പം പിന്നെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കൂലിക്ക് വന്നതാണ്. 350 രൂപ ഡെയിലി കൊടുക്കണം. അനന്തകൃഷ്ണൻ സാറെന്ന് പറയും. നമ്മൾ ശ്രീവരാഹത്തുള്ള സാറാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. അല്ല, ഈ ഒരു നിത്യവസന്തം എന്ന പേര് ഈ ഓട്ടോയ്ക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അനുവാദം ചോദിച്ചപ്പം നസീർ സാറിൻ്റെ പേരെന്ന് പറഞ്ഞപ്പം പിന്നെ വേറെ ഒന്നുമില്ലായിരുന്നു. എൻ്റെ വണ്ടി ഞാൻ ഓടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു ഉപാധി വെച്ച് ഈ പേരെഴുതണം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. അദ്ദേഹത്തിൻ്റെ പഴയ വണ്ടിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, ഞാൻ ഓടാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് 100% സമ്മതമായിരുന്നു. അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തത്. നസീർ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ചിത്രം? നല്ല പടങ്ങൾ ഒരുപാടുണ്ട്. മുറപ്പെണ്ണിലെ ബാലൻ നല്ല ഇതാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ പോയി കൊച്ചിലെ കണ്ടിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടെന്ന് വെച്ചിരുന്നാൽ നസീർ സാറിൻ്റെ വേറൊരു നല്ലൊരു പടമുണ്ട്. എന്ന് വെച്ചിരുന്നാൽ പഴയ ഒരു പടമാണ്, ബാലനാണ് അതിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അത് വേലായുധൻ, ഇരുട്ടിൻ്റെ ആത്മാവ്, വേലായുധൻ ഭ്രാന്തനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെയാണ് പിന്നെ കണ്ടിട്ടുള്ളത്. ആദ്യം നമ്മൾ കണ്ടിട്ടില്ല. അതിനുശേഷം ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ നല്ല ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഐവർ പണി ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം കോവിഡ് വന്നപ്പോൾ അത് പോയി. പിന്നെ ഒരു ഓട്ടോ എടുത്ത് പാടാൻ നോക്കിയപ്പോൾ അതും പോയി. അവസാനം ഇതൊരു പരീക്ഷണമാണ് ഇനിയിപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോഴാണ് കണ്ടത്. അപ്പോഴത് പിന്നെ കാണാൻ പറ്റാത്തതിനെ കൊണ്ട് ഇതൊരു പ്രയാസമുണ്ട്. അതിനിപ്പം മാറ്റാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ചിറയൻകീഴിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോയി കണ്ടായിരുന്നു. നമ്മൾ കൂട്ടുകാർ ഉൾപ്പെടെയാണ് പോയത്. അത് നമ്മൾ ആ സമയം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊരു സമയത്താണ് പോയത്. അങ്ങനെ പോയി ഒരു പ്രാവശ്യം കണ്ട് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ അന്ന് മുതൽ പോയി ഇതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അതൊരു നഷ്ടമായിപ്പോയി. അതിനുശേഷം വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ കല്ലറയൊക്കെ പോയി സന്ദർശിച്ചുകൊണ്ട് അതിൻ്റെ ഫോട്ടോയാണ് ഇതുള്ളത്. അതിപ്പോൾ നമ്മൾ നിധി പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഫോട്ടോ എടുത്തിട്ടില്ല, എനിക്ക് പറ്റിയില്ല. അതാണ് പറഞ്ഞത്. അന്നൊക്കെ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും എടുക്കാമായിരുന്നു. അത് പറ്റില്ലല്ലോ, ഇല്ലല്ലോ. വർഷം കുറേ അതൊരു വലിയ വിഷമമാണ്. അതിന് ഇന്ന് നടത്താൻ നോക്കില്ല, ചെയ്യാൻ പറ്റില്ല. അതുണ്ട്. അത് വീട്ടിലിരിപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് അന്ന് കിട്ടിയെന്ന് വെച്ചിരുന്നാൽ വളരെ അത്ഭുതമാണ്. കിട്ടിയപ്പോൾ ചോദിച്ചപ്പോൾ ഒരു ചിത്രം കൊണ്ട് തരാമെന്നും വേണ്ട. പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ ചിത്രം നമ്മൾ നിധി പോലെ സൂക്ഷിക്കുമായിരുന്നു. ഇപ്പം പിന്നെ തന്നിട്ടുള്ളതൊന്ന് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര വിഷമമായിപ്പോയി. 1989 ജനുവരി മാസം 16-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. 1989 ജനുവരി മാസം 16-ാം തീയതി. അന്ന് ഞങ്ങൾക്കും ഞങ്ങളെ കൂടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും?
സത്യം പറഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിലുള്ള ഒരാൾ പോയതുപോലെയാണ് തോന്നുന്നത്. ഇന്നും ആ ഒരു വിഷമം മനസ്സിലുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ 63-ാമത്തെ വയസ്സിലാണല്ലോ അദ്ദേഹം മരിച്ചത്. അപ്പോൾ അത് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ തന്നെ ഏകദേശം 90-96 വയസ്സ് വരെ ആവുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം പറയാൻ പറ്റില്ല. പക്ഷെ അന്നൊരു വലിയൊരു നഷ്ടമായിപ്പോയി നമുക്ക്. അതിനെ കൊണ്ട് നടക്കാനല്ലേ പറ്റുള്ളൂ. ഈ ഒരു ഓട്ടോ കയറുന്ന ആൾക്കാർക്കൊക്കെ പറയാനുള്ളത് പ്രേംനസീറിനെ കുറിച്ച് വാദോരാതികളെ സംസാരിക്കും. തീർച്ചയായിട്ടും പലരും എന്നോട് ഇങ്ങോട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ അനുഭവങ്ങളും അദ്ദേഹം ഓരോ സഹായിച്ചിട്ടുള്ളതും എല്ലാം കൂടെ. പലരും എന്നോട് പറയും, എന്നോട് ചോദിക്കും, ഞാനും പറയും. അങ്ങനെ പാട്ടെല്ലാം കേട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ്. ഓട്ടോ കയറുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു പ്രേംനസീർ ആരാധകരായി മാറി. വളരെ നമ്മളെ തലമുറയിൽപ്പെട്ടാണ്. ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് വലിയ ഇതില്ല. പക്ഷേ നമ്മളെ തലമുറ ഉണ്ടല്ലോ, ഒരുപാട് ആളുകളുണ്ട്, സ്ത്രീകളും പുരുഷന്മാരായിട്ടുള്ള. അവർക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്, പാട്ട് കേൾക്കാനൊക്കെ നല്ല താല്പര്യമാണ്. ഇനി എന്താണ് അങ്ങോട്ടുള്ള ആഗ്രഹം? സ്വന്തമായിട്ടൊരു ഓട്ടോ പ്രേംനസീറിൻ്റെ പേരിൽ വാങ്ങുന്നത് സാധ്യത വളരെ വിരളമാണ്. നിവർത്തിയില്ല. കാരണം 2 കുട്ടികൾ പഠിക്കണം, പെൺകുട്ടികളാണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമുള്ളൂ. മക്കളച്ഛന് വേണ്ടി ഒരു ഓട്ടോ, മക്കളച്ഛന് വേണ്ടി ഒരു ഓട്ടോ. അതെ, അത് അവർക്ക് വല്ല ജോലി. മൂത്ത മോൾ ഇതാണ്, അത് പഠിച്ചിട്ട് നിൽക്കുന്നതേ ഉള്ളൂ, ഒന്നും ആയില്ല. അവർക്കൊക്കെ എന്തെങ്കിലും ഗതി കിട്ടുന്നല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുവരെ ഇത് തട്ടിമുറ്റും പോകും. എത്ര തവണയൊക്കെ കാണും ഈ ഒരു പ്രേംനസീറിന്റെ മൂവി? എത്ര തവണയൊക്കെ കാണും? ഞാൻ ഇപ്പം ഇത് ധ്വനി ഒരു 6-7 പ്രാവശ്യം കണ്ട്. കാരണം അവസാനത്തെ പടമായിരുന്നു. പിന്നെ ഏത് പടം വന്നിരുന്നാലും കാണും. നല്ല പടമൊന്നും നോക്കിയല്ല കണ്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അഭിനയിക്കുന്ന പടം കൊണ്ട് പല നമ്മളെ കൂട്ടുകാർ ചേർന്നൊക്കെ ചെറിയൻകീഴ് വരെ പോയി കണ്ടിട്ടുണ്ട്. ചെറിയൻകീഴ് ഖദീജ എന്ന് പറഞ്ഞൊരു തിയേറ്റർ അന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മാറ്റി അവിടെ പടം ഇടുമ്പോൾ അവിടെ പോവും, അവിടെയും പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പടം നമുക്ക് അങ്ങനെ ഒരു ഹരമായിരുന്നു ആ സമയം. ഇന്ന് പിന്നെ ഈ പറഞ്ഞൊക്കെ ആ സിനിമയുടെ കൂടെ ഉള്ള ഹരമൊക്കെ മാറിയാണ്. പുതിയ പടം ഒന്ന് കാണാനും പോകാമല്ലോ. ഈ ഒരു ഓട്ടോയിൽ പ്രേംനസീറിന്റെ പാട്ടുകൾ മാത്രമാണ് വെക്കുന്നത്. പ്രേംനസീറിന്റെ പാട്ടുമുണ്ട്, പഴയകാല പാട്ടുകൾ കുറേ ഉണ്ട്. നസീർ സാറിന്റെ അഭിനയിച്ച പടത്തിലുള്ള പാട്ടുകൾ ഏറ്റവും കൂടുതലുള്ളത്. കരകൗശല വസ്തുക്കളുടെ ജോലി വീട്ടിൽ ഇപ്പോഴുണ്ടോ? വണ്ടിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ കുറവാണ്, കച്ചവടമൊക്കെ കുറവ്. അപ്പോൾ കോവിഡ് വന്നപ്പോഴാണ് എല്ലാം തകർന്നത്. പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊക്കെ സാധനം ചെയ്തൊക്കെ വീട്ടിൽ വച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ പ്രേംനസീറിന്റെ പാട്ടുകൾ കേട്ടുണ്ടായിരുന്നു. അതെ, ഞങ്ങൾ FM-ലൊക്കെ കേൾക്കും. അല്ലാതെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചൊക്കെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യണതാണ്. ഒരു ഷെഡിലിരുന്ന് കുറേ പേര് ജോലി ചെയ്യണ സമയമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ടോണ്ട് ജോലി ചെയ്യാനുള്ള ഒരു സന്തോഷമാണ്. കൂടുതലും പഴയ പാട്ട്, അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ വിശേഷം എന്ന് വെച്ചിരുന്നാൽ ഈ വണ്ടി ഓടി ജീവിതം വലിയ അല്ലലില്ലാതെ പോകുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു വണ്ടി എടുത്തന്നെ എനിക്കിപ്പം സ്വന്തമായിട്ട് ഓടുന്നത് തന്നെ വലിയ കാര്യമാണ്. ഒരാൾ മുഖാന്തരം ഒരാൾ ജീവിക്കണമെങ്കിൽ നമുക്കൊരു നല്ല സന്തോഷമല്ലേ. അതേപോലെ അദ്ദേഹം വണ്ടി എടുത്ത് തന്നെ ഞാൻ ഓടണം. വൈകുന്നേരം 350 രൂപ കൊടുക്കണം. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോഴും പക്ഷേ ഓട്ടം കുറവ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളെ സിറ്റിക്കകത്ത് ഓട്ടം കുറവ്. അത് നേരായി വരും. അതിപ്പോൾ നമ്മളാരും കുറ്റം പറഞ്ഞൊരു കാര്യമില്ലല്ലോ. പിന്നെ നമ്മളതിൻ്റെ വണ്ടി കാരണവരെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് സഹകരിക്കുന്നത്. എല്ലാവരും നല്ല ഇദ്ദേഹത്തിനെ പറ്റി നല്ല അഭിപ്രായവും പറയണുണ്ട്. നമ്മളങ്ങനെ കൂടുതൽ ആരുടെ വഴക്കടിക്കാൻ ഒന്നിനും പോകില്ല. കാരണം എന്നറിയാമോ, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പടവും വെച്ചിട്ട് നമ്മൾ ആളുകളുടെ വഴക്ക് വീണ ശരിയല്ല. ഇന്ന് വരെ സംഭവിച്ചിട്ടുമില്ല. ഇപ്പോൾ പഴയ പടങ്ങൾ യൂട്യൂബിൽ മോക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്ന നന്നാക്കാൻ ഇപ്പം കൊടുത്തിരിക്കുന്നത്. അതിൽ യൂട്യൂബിൽ രാത്രി ഒരു പടത്തിൻ്റെ കുറേ ഭാഗങ്ങളും കണ്ടിട്ട് എൻ്റെ ഒരു ദിവസം തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. ഇപ്പം പിന്നെ ഫോൺ നന്നാക്കാൻ കൊടുത്തേക്കുന്നത് 2 ദിവസം കൊണ്ട് പറ്റില്ല. അങ്ങനെ ഇരിക്കുന്നത്. മധുചേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം ഒരു ദിവസം പോലും പ്രേംനസീറിൻ്റെ ചിത്രങ്ങൾ കാണാതെ ഉറങ്ങാറില്ല. പ്രേംനസീർ മരിച്ചപ്പോഴും അദ്ദേഹം വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ പ്രേംനസീർ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചേനെ. എന്തായാലും മധുചേട്ടനെ പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.